ഒരിക്കൽ നാരദൻ ഭൂമിയിൽ നിന്നും വൈകുണ്ഠത്തിലേക്ക് ഭഗവാനെ കാണാനായി ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചു. യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഭൂമിയിൽ വെച്ച് നാരദൻ ഒരു സന്യാസിയെ കണ്ടു. നാരദനെ കണ്ടതും സന്യാസി ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് സന്യാസി പറഞ്ഞു, ഭഗവാനെ കാണുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാമോ? എനിക്ക് എപ്പോഴാണ് മോക്ഷം കിട്ടുക? ഞാൻ എത്രയോ വർഷമായി കഠിനമായ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്തിട്ടൊന്ന് ചോദിച്ച് എനിക്ക് പറഞ്ഞു തരൂ. നാരദൻ പറഞ്ഞു, തീർച്ചയായും ഞാനത് ചോദിക്കാം. എന്നിട്ട് നാരദൻ ഒരല്പം കൂടെ മുന്നോട്ട് നടന്നു. കുറച്ച് മാറി അവിടെ മറ്റൊരാളുമുണ്ടായിരുന്നു. ചെണ്ടയൊക്കെ കൊട്ടി ഭഗവാന്റെ പാട്ട് പാടി നടക്കുന്ന ഒരു ഭക്തൻ. വലിയ സന്തോഷത്തിലാണ് ഈ ഭക്തൻ. അയാൾ ചുറ്റിനും സംഭവിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. അയാളുടെ പാട്ടിൽ മുഴുകിയിരിക്കുകയാണ്. നാരദൻ 1-2 തവണ ഈ ഭക്തനെ വിളിച്ചു. പക്ഷെ അയാൾ അതറിഞ്ഞതേയില്ല. പിന്നെ നാരദൻ അയാളുടെ തോളിൽ തട്ടി വിളിച്ചു. ഭക്തൻ തിരിഞ്ഞു, നാരദനെ കണ്ടു, വണങ്ങി. നാരദൻ ഭക്തനോട് ചോദിച്ചു, നോക്കൂ, ഞാൻ ഭഗവാനെ കാണാൻ പോവുകയാണ്. ഞാൻ എന്തെങ്കിലും ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കണോ? ഭക്തൻ പറഞ്ഞു, എനിക്കൊന്നും ചോദിക്കാനില്ല. നോക്കൂ, എനിക്ക് ദൈവം തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞു. ദൈവത്തിന് എന്നോട് എത്ര സ്നേഹമാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ ചോദിക്കേണ്ടത്? എനിക്ക് അദ്ദേഹത്തെ ശല്യം ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല. എന്തെങ്കിലും പറയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എൻ്റെ നന്ദി പറയൂ. വേറൊന്നും എനിക്ക് പറയാനില്ല. നാരദൻ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തി. നാരദൻ ആദ്യം ചെന്നത് സന്യാസിയുടെ അടുത്താണ്. നാരദനെ കണ്ടതും സന്യാസി നാരദൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സന്യാസി ചോദിച്ചു, പറയൂ, എന്നാണ് ഭഗവാൻ പറഞ്ഞത്? നാരദൻ പറഞ്ഞു, ഞാൻ ഭഗവാനോട് നിങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് ഭഗവാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി 3 ജന്മം കൂടിയുണ്ട് എന്നാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. ഇനി 3 ജന്മം കൂടി ഉണ്ട് എന്ന് കേട്ടതും സന്യാസിക്ക് വല്ലാത്ത ദേഷ്യമായി. അയാൾ കയ്യിലുണ്ടായിരുന്ന ജപമാല പൊട്ടിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനിയും 3 ജന്മമോ? ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കഠിനമായ തപസ് ചെയ്തിട്ട് ഇനിയും 3 ജന്മമോ? എനിക്ക് താല്പര്യമില്ല. ഇത് പറഞ്ഞ് അയാൾ അയാളുടെ സന്യാസി മതിയാക്കി തിരിച്ചുപോയി. നാരദൻ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു. അന്ന് കണ്ട ഭക്തൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നും അയാൾ ചെണ്ടയൊക്കെ കൊട്ടി ഭഗവാന്റെ പാട്ടിൽ മുഴുകിയിരിക്കുകയാണ്. ഒരു ആൽമരത്തിൻ്റെ താഴെ നിന്നാണ് ഇയാൾ ചെണ്ടയൊക്കെ കൊട്ടി പാട്ട് പാടുന്നത്. നാരദൻ ഭക്തനെ തോളിൽ തട്ടി വിളിച്ചു. ഭക്തൻ തിരിഞ്ഞു. നാരദനെ കണ്ടതും ഭക്തൻ വണങ്ങി. ഭക്തനൊന്നും ചോദിച്ചില്ല. പക്ഷേ നാരദൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. നോക്കൂ, ഞാൻ ഭഗവാനെ കണ്ടപ്പോൾ നിങ്ങളുടെ നന്ദി അറിയിച്ചു. അപ്പോൾ എന്നോട് ഭഗവാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ആൽമരത്തിൽ ഇനി എത്ര ഇലകളുണ്ടോ അത്രയും ജന്മങ്ങളുണ്ട് എന്നാണ്. അത്രയും ജന്മങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും. ഓർക്കുക, ഒരാൽമരത്തിൽ കുറഞ്ഞത് 1,00,000 ഇലയെങ്കിലും കാണും. നാരദൻ്റെ വാക്കുകൾ കേട്ടതും ഭക്തൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഈ ആൽമരത്തിലുള്ള ഇലകളുടെ അത്രയും ജന്മങ്ങളല്ലേ ഉള്ളൂ? സാരമില്ല, ഞാൻ ഒരിക്കലും എനിക്ക് മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതല്ല. എന്തായാലും മോക്ഷം കിട്ടുമെന്ന് ഉറപ്പായല്ലോ. ഭഗവാന്റെ സ്നേഹം നോക്കൂ. ഭൂമിയിൽ എത്ര മരങ്ങളുണ്ട്. ആ മരത്തിലെല്ലാം കൂടി എത്രയോ കോടി ഇലകളുണ്ട്. പക്ഷെ അദ്ദേഹം എനിക്ക് വേണ്ടി ഈ ഒരു മരത്തിലെ ഇലകൾ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. എത്ര ഇലകളുണ്ടെങ്കിൽ എന്താ? അത് കഴിയുമ്പോൾ എനിക്ക് മോക്ഷം കിട്ടുമല്ലോ. എനിക്കത് മതി. ഇത് പറഞ്ഞ് വളരെയധികം സന്തോഷത്തിൽ അദ്ദേഹം തുള്ളിച്ചാടി. ആനന്ദത്തിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ അദ്ദേഹം ബോധോദയം കൈവരിച്ചു. അദ്ദേഹത്തിന് മുക്തി ലഭിച്ചു. 1,00,000 പോയിട്ട് 1 ജന്മം പോലും പിന്നെ അദ്ദേഹം ജനിച്ചിട്ടില്ല. നോക്കൂ, ഇതാണ് ആത്മീയതയുടെ സീക്രട്ട്.
ക്ഷമയോടെ കാത്തിരിക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ മോക്ഷം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ഷമയോടെ കാത്തിരിക്കാൻ താല്പര്യമുള്ളവരെ മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. ആത്മീയതയിൽ മാത്രമല്ല, ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇത് തന്നെയാണ് സീക്രട്ട്. ക്ഷമയോടെ കാത്തിരിക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കാത്തിരിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് വിജയിക്കാനും സാധിക്കില്ല. നമുക്ക് എല്ലാത്തിലും ധൃതിയാണ്. ഇന്നൊരു കാര്യം ചെയ്താൽ നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടണം. ഇങ്ങനെയുള്ളവർക്ക് 3 ജന്മവും 3 കോടി ജന്മവും തമ്മിൽ ഒരു വ്യത്യാസവും തോന്നുന്നില്ല. അവർക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് 1,00,000 ജന്മം പോലും ഒന്നുമല്ലെന്നും ഞാൻ അത്രയും നാൾ ക്ഷമിക്കാനും കാത്തിരിക്കാനും തയ്യാറാണെന്നും താല്പര്യമുള്ള ഒരാൾക്ക് ബോധോദയം ഒരു നിമിഷം അകലെയാണ്. അയാൾക്ക് ആ നിമിഷം തന്നെ ബോധോദയം സാധ്യമാകുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ളൊരു വിഷയത്തിൽ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.